വെയിലും ആട്ടോ കണ്ടോ, അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പാക്കി ഇട്ടേക്കാണ്. ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ഇതിൻ്റെ പരിപാടി തീരും. അതുകൊണ്ട് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കുറേ ഏരിയ ഉണ്ട്, സൂപ്പർ. പല വെറൈറ്റി ഫ്ലവേഴ്സുണ്ട്. എന്നാണ് ഇത് അറേഞ്ച് ചെയ്ത ആൾ അടിപൊളി. അവിടെ വെള്ളം അടിക്കാനുള്ള സെറ്റപ്പ്, അതിൻ്റെ മോട്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. കിടിലൻ എന്ന് പറയാം. സൂപ്പർ. കുറേ പേരുണ്ട് കാണാൻ. അങ്ങേ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ നിൽപ്പുണ്ട്. അവിടെ വരെ നമ്മൾ നടന്ന് ചെല്ലത്തില്ല. അതുകൊണ്ട് നമ്മളൊരു പകുതിയില്ല, ഒരു കാൽഭാഗം കയറിയുള്ളൂ. അതുകൊണ്ട് നിർത്തി. ഇതുകൊണ്ട് വേറൊരു വൈറ്റ് എന്നെ രസമാണ് കേട്ടോ. അങ്ങ് കിടക്കുക, കിലോമീറ്ററുകളുണ്ട്. സംഭവം സെറ്റ്. ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ഒത്തിരി അകത്തോടൊക്കെ കയറി കഴിഞ്ഞാലേ മോശമല്ല. അകത്തൊക്കെ കയറി ചവിട്ടിക്കഴിഞ്ഞാൽ മോശം. അതുകൊണ്ട് നമ്മൾ അകത്തോട്ടൊന്നും പോകുന്നില്ല. സംഭവം കിടുക്കാച്ചി. ഇനി പതിയെ ഇറങ്ങുവാണ്. ആൾക്കാരൊക്കെ വെയിൽ കുറഞ്ഞപ്പോഴത്തേനും പതിയെ ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ പതിയെ മൂവ് ചെയ്യുകയാണ്. അപ്പുറത്തെ സൈഡിൽ ഇതൊരു വേറെ ഒരു റെഡ് കളർ പൂവാണ്. ഇതുകൊണ്ട് നിൽക്കുന്നത് മാറ്റി വിരിച്ചേക്കുന്ന പോലെ. സംഭവം അടിപൊളി. ഒരു മഞ്ഞപ്പൂവുണ്ടോ, മഞ്ഞപ്പം വിഷുവിനൊക്കെ കുറച്ച് ഇറക്കുവാണെങ്കിൽ നാട്ടിൽ കാശുണ്ടാക്കാം. സംഭവം സെറ്റ്. പിന്നെ സെറ്റപ്പായിട്ടാണ് നിൽക്കുന്നതാണ്. പല കളറുകളാണേ. അങ്ങനെ ഉണ്ട്. നമ്മളങ്ങ് നടന്നെത്തി തീരെയല്ല, അതുപോലെ ഉണ്ട്. റെഡ് കളർ കണ്ടപ്പോൾ ഞാൻ അതിനകത്തോട്ടാണ് കയറിയതാണ്. കുറച്ച് ദൂരം അങ്ങ് പോവാം. സെറ്റപ്പായിട്ടാണ് കിടക്കുന്നത്. അടിപൊളി. കുറേ പേര് അപ്പുറത്തെ സൈഡിലുണ്ട്. ഫോട്ടോ എടുക്കാനും പരിപാടി എന്നുണ്ട്. കിലോമീറ്റർ ദൂരമുണ്ടേ, നല്ല ദൂരത്തിലാണ്. അവിടെ വരെ നടന്ന് ചെല്ലുമോയെന്ന് സംശയമാണ്. അതിൽ പൂ കാണാനുള്ള കൊതിക്ക് ഞാനൊന്ന് കയറിയതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും കയറും, അത്ര സൗന്ദര്യമായിട്ടാണ് കിടക്കുന്നത്. പല കളറുകൾ ഇതാണ് മിക്സായിട്ടുള്ളത്. വൈറ്റിൻ്റെ ഇടയിലെല്ലാം മിക്സുണ്ട്. ഓറഞ്ച്, മെറൂണ്. ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കയറി കാണിക്കാം, ദൂരം കാണിക്കാം. ഇത് കണ്ടോ, ട്രാക്ടർ പോകുന്ന വഴിയാണ്. അപ്പുറത്തൊരു വീൽ പേസ്, ഇപ്പുറത്തൊരു വീൽ പേസ്. അങ്ങനെ വെള്ളം അടിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. എടാ വമ്പൻ സെറ്റപ്പ് ആട്ടോ, സൂപ്പർ. ഇപ്പോൾ ഇവിടെ നമുക്ക് നെതർലൻഡിന് ഇന്ന് പൂന്തോട്ടമൊക്കെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അകലേന്ന് കണ്ട ഒരു കളർ എന്നാ മനസ്സിലായില്ല. അകലേന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്നാ സംഭവം അറിയത്തില്ല. അപ്പോൾ ഒന്ന് വന്ന് നോക്കിയത് എന്നാ സംഭവം ഒന്ന് കാണാമല്ലോ എന്ന്. കിടുക്കാച്ചിയാണ് കേട്ടോ. ഇതുണ്ട് അങ്ങ് കിടക്കുക. ഏക്കർ കണക്കിനുണ്ട്. പൂക്കളുടെ സീസണാണ്. ഇപ്പോൾ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച വരെ അതിൻ്റെ സീസണുള്ളൂ. ദൈവത്തിനെല്ലാം പൊഴിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇച്ചിരി വെയിൽ കൂടുമ്പോഴത്തേനും എല്ലാം നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് കാണുവാണെങ്കിൽ കണ്ണിനൊരു കുളിർമ, മനസ്സിനൊരു സന്തോഷം. അടിപൊളിയല്ലേ കിടക്കുന്നേ. ആ എൻ്റെ വരെ ഉണ്ട്. മാറ്റി പിരിച്ചേക്കുന്ന പോലെ അല്ലേ. അവിടെയൊക്കെ ചേതറി കിടക്കുക. ഓ, എന്നുള്ള അകലെ നിന്ന് വരാൻ പറ്റിയത് കൊണ്ട് ഒന്ന് കാണാൻ പറ്റി. കിണ്ണൻ സംഭവമാണ്. എന്നാണ് അടിപൊളി. ഇവിടെ പാസ്സൊന്നുമില്ല കേട്ടോ, ആരുമില്ല. ഇവിടെ ആരും പൂക്കൾ പറിക്കത്തില്ല. മെയിൻ കേസ് അതാണ്. ഒറ്റ പൂ പറിക്കത്തില്ല, നശിപ്പിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ആൾക്കാരെ കയറ്റും. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കയറുമ്പോൾ നമ്മൾ ഇതിൻ്റെ 2 തൈ പറിച്ചേക്കാം എന്നോർത്ത് അത് പറിക്കും. അതൊന്നും ഇവിടെ നടക്കുകയല്ലെന്നല്ല, ആരും പറിക്കില്ല. അവർക്ക് അത്ര ഇഷ്ടമാണ് പൂക്കളെ. അതുകൊണ്ട് ഇവരാരും പറിക്കത്തില്ല. സംഭവം കിടുവാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ കുറേ ഏരിയ കേട്ടോ. ഞാൻ അങ്ങ് വണ്ടി വെച്ചേക്കുന്നത്. ഇത് കണ്ട സെറ്റപ്പ്. അവിടെ നല്ല വെയിലടിക്കുന്നുണ്ട്. ക്യാമറയിൽ അങ്ങ് കാണുന്നില്ല. ഹാവൂ, ബ്യൂട്ടിഫുൾ.
എന്നാണേലും സംഭവം സെറ്റാണ്. കിടിലൻ കിടിലൻ എന്നൊക്കെ പറയുന്ന പോലെ വഴി മാറി വെള്ളം അടിക്കാനുള്ള സെറ്റപ്പ് എല്ലാം അവരവിടെ ചെയ്തിട്ടുണ്ട്. പൈപ്പ് കണക്ഷൻ എല്ലാം കൊടുത്ത് സെറ്റാക്കി നിർത്തിയേക്കുവാണ്. എന്നാണ് തകർപ്പൻ പൂന്തോട്ടമാണ്. അടിപൊളി. ഇതിൻ്റെ എൻഡിൽ അങ്ങേറ്റത്താണ് നമ്മൾ താമസിക്കുന്നത്. അങ്ങേറ്റത്ത് ചെറിയൊരു ടൗണാണ്. അവിടെയാണ് അങ്ങ് നിന്ന് ബൈനോക്കുലറിൽ കൂടെ നോക്കിയപ്പം കണ്ടതാണ് ഇവിടെ നല്ല കളർഫുള്ളായിട്ട് കിടക്കുന്നത്. നന്നായി ഇതൊന്ന് കണ്ടിട്ട് വളർന്നോർത്ത് പതിയെ ഇറങ്ങിയത്. അതിനാണ് വന്നത്. നഷ്ടമായില്ല. അടിപൊളി സംഭവമാണ്. എന്തൊരു കളറാ, എന്തൊരു ഭംഗി, അടിപൊളി. സൈഡിലൊരു കളർഫുൾ ഐറ്റം കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് നോക്കാം. ഈ കളർ അടിപൊളി കളർ അവിടെ നിൽപ്പുണ്ട്, അവിടെ ഒന്ന് കാണിക്കാം. വേറൊരു കളറിൻ്റെ അടുത്തേക്ക് എത്തി. അടിപൊളിയായിട്ട് കിടക്കുകയാണ്. കിലോമീറ്ററുകൾ നീളത്തിലാണ്, കിലോമീറ്ററുകൾ നീളത്തിൽ. ഇത് നടന്നു പോവുകയില്ല, അത്രയും ദൂരം നമ്മൾ നടന്നെത്തുകയില്ല. കിലോമീറ്റർ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങ് നിർത്തുക.